നമ്മളൊക്കെ ഈ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ഏകദേശം നമുക്കൊരു 5 രാത്രിയാണ് അതിൽ കിട്ടുക. 21 അതുപോലെ തന്നെ 23, 25, 27, 29. ഈ ഒരു 5 രാത്രിയും നമ്മൾ മനസ്സറിഞ്ഞ് ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയാൽ, ദിക്റും ദുആവും നടത്തിയാൽ അതിലേതെങ്കിലും ഒന്ന് ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ. എന്നാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങളായി പഠിപ്പിച്ച ചില അടയാളങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദരി ലൈലത്തുൻ സമീഹത്തുൻ, അന്നത്തെ രാവ് ഒരു ശാന്തമായ രാത്രിയായിരിക്കും. അതുപോലെ തന്നെ ത്വലിഖത്തുൻ, ഒരു പ്രകാശം, ഒരു നിലാവ് അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും. വല ഹാറത്തുൻ വല ബാരിദ, ചൂടും തണുപ്പും ഉണ്ടാവില്ല. ശക്തമായ ചൂടാണ് അല്ലെങ്കിൽ ശക്തമായ തണുപ്പാണ് എന്ന് പറയാൻ പറ്റാത്ത അന്തരീക്ഷം ഒരു മധ്യ അവസ്ഥയിൽ നിൽക്കുന്ന രാത്രിയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ആ രാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യനും ഒരു പ്രത്യേകതയുണ്ട്. തുസ്ബിഹു ശംസു സ്വബീഹതഹ ളഈഫതൻ ഹംറാ, അന്നത്തെ സൂര്യൻ ഒരു ചുവപ്പ് നിറം കൂടുതലായി, അതുപോലെ തന്നെ ളഈഫത്തായിരിക്കും, അഥവാ ദുർബലമായിരിക്കും. അഥവാ സൂര്യൻ എന്ന് പറഞ്ഞാൽ അതിന് അത്ര കാഠിന്യം ഉണ്ടാവില്ല. അതിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ചു സമയമൊക്കെ അതിലേക്ക് നോക്കി നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ സൂര്യൻ അതിന്റെ ശക്തി കുറഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഈ ആരാധനകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഈ അടയാളങ്ങളെ ഒന്ന് വീക്ഷിക്കുക കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് ഈമാൻ വർദ്ധിക്കാനും, അതുപോലെ തന്നെ അങ്ങനെ ലൈലത്തുൽ ഖദറാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് തീരെ ഉറങ്ങാതെ തന്നെ ആരാധനകളെ കൊണ്ട് മനസ്സറിഞ്ഞ് ധന്യമാക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.